ഈ ലഹരിക്കടുത്ത് കൊലപാതകം ഇമാതിരി സാധനങ്ങളൊക്കെ ഇപ്പൊ കൂടിക്കൂടി വരാം. മെയിനായിട്ട് ഈ കെമിക്കലിന്റെ യൂസ് ഈ പിള്ളേരുടെ ഇടയിൽ ഈ സാധനം എല്ലായിടത്തും ഉണ്ട്. ഇത് എത്തിക്കുന്നത് ആരാണോ, ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വേറെ ഏതെങ്കിലും ടീം ഉണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. ഇതാരും ചോദിക്കൂല. മറ്റേതൊക്കെ അല്ലേ കണ്ടു കഴിഞ്ഞാൽ ടീം വെത്ത് പിടിക്കൽ, ഇതൊക്കെ ഇത് മനസ്സിലാവില്ലല്ലോ എങ്ങനെയാണ് ഇത്. ഇന്നലെ 5 പേരെ കൊന്നത്, എന്താണ് അവസ്ഥ? ഓൻ്റെ മൈൻഡ് ഏത് ലെവലിലായിരിക്കും? ഇത് ഓനല്ല എക്സാക്ട് ചെയ്യണത്. ഇത് ഈ സാധനം തലൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ്. ഓന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല, എന്നാലും ചെയ്തുകൊണ്ടിരിക്കും. ഈ മക്കളെ അവസ്ഥ ഒന്ന് കണ്ടോക്കിയേ. ഒന്നാമത്തെ വിഷയതാ ഈ നാറി. മലപ്പുറം കൊണ്ടോട്ടിയിൽ വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. 544 ഗ്രാം MDMA, ഏതാണ്ട് 1/2 കിലോയിൽ കൂടുതൽ പിടികൂടിയിട്ടുണ്ട്. കൊണ്ടോട്ടി മുതുവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളാക്കി സൂക്ഷിച്ച MDMAയുമായി അറസ്റ്റിലായത്. 1/2 കിലോയിലധികം, അതായത് 544 ഗ്രാം MDMAയും ഒപ്പം 875 ഗ്രാം കഞ്ചാവുമായിട്ടാണ് ആകാശിനെ പിടികൂടിയിരിക്കുന്നത്. കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ഈ ആകാശിന്റെ വീടിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയത്. ബാഗിൽ പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMAയും കഞ്ചാവും ഉണ്ടായിരുന്നത്. ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നാണ് പ്രാഥമികമായി ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിന്തുടർന്ന് പിടികൂടിയത്. ബംഗളൂരിൽ നിന്നും കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിൽ എത്തിച്ച് ഇവിടെ നിന്നും ചില്ലറ വിൽപ്പനയാണ് ഇയാൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇത്ര വലിയ അളവിൽ MDMA എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു, ആർക്കൊക്കെയാണ് വിതരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഓൺലൈനിലും ഇയാൾ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നതായി സൂചനയുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്, വീട്ടിലെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ. ഇവന്റെ അവസ്ഥ ഈ മക്കൾക്കല്ലേ ഈ സാധനം സപ്ലൈ ചെയ്യുന്നത്? പൊട്ടിക്കുക മക്കള്, എങ്ങനെയെങ്കിലും അടിച്ച് പൊട്ടിക്കുക, മറ്റവന്റെ തല അടിച്ച് പൊട്ടിക്കുക. എന്ത് മാർക്കോ സ്റ്റൈൽ. ബ്ലഡ് ഇങ്ങനെ ചീറ്റനെ അടിക്കുമ്പോൾ തലയിൽ കൂടെ. പണ്ട് തമിഴന്മാർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അടിച്ചിങ്ങനെ പൊട്ടിക്കുക, ബ്ലഡ് ഇങ്ങനെ ചീറ്റ. പറ ഇപ്പൊ അവരൊക്കെ വിട്ട്, അവരൊന്നും ഒന്നിലേക്കില്ല. എന്താണ് അവസ്ഥ മക്കളെ? ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പോരാ. നിങ്ങളെ കൈമിൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചോളി. നിങ്ങൾ ഇത് കുത്തി കയറ്റുമ്പോൾ നല്ല സുഖം കിട്ടും, എസ്തറ്റിക്കലോ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞങ്ങൾ വൈബും കാട്ടി ഇൻസ്റ്റയിൽ കുറച്ച് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടൂല. ഇതൊന്നല്ല സാധനം. ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു എഫക്റ്റ് വരാണ്ട്, ആ എഫക്റ്റിൽ കംപ്ലീറ്റ് ലോസ്റ്റ് ആവും. നിങ്ങൾ ഒരു കുട്ടി ഉണ്ടാവില്ല കൂടെ, ഓരോരുത്തരെ വൈക്ക് പോവും. ഉള്ള കാര്യം പറയാണ്. ആരെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇന്ന് തൊട്ട് നല്ല മാസങ്ങൾ വരാണ്, നന്നാവാൻ പറ്റുമല്ലോ നന്നായിക്കോളെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കുട്ടി ഉണ്ടാവില്ല. ഇതൊക്കെ തലൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബ്രെയിൻ ഇങ്ങനെ ചുരുങ്ങി പോവാ. അതറിയില്ല. ഇത് മൂക്കിലേക്കും അതിലേക്കും വലിച്ചു കയറ്റിയിട്ട് ചുരുങ്ങണത് ആരും കാണൂല. പ്രാന്താവാണ്, ഓട്ടോമാറ്റിക്കലി പ്രാന്തൻ തന്നെ ആവാം. നന്നായിക്കോളി മക്കളെ, വേറെ ഒന്നും പറയാനില്ല.